പല ദിവസങ്ങൾ അവൾ പ്രകാരം ചെയ്ത് പൗലോസിനേത് അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കും. തൽക്ഷണം അത് പുറത്തു വരും. ഇത് പുറത്തു പോകണമെങ്കിൽ എന്താ അറിയാം? ഇത് പുറത്തു പോകാത്തതിന് കാരണം അറിയാം. പുറത്തു പോകാത്തതും പുറത്തു പോകണമെങ്കിലും ഒരു നിയമമുണ്ട്. ആ നിയമം കൃപ കിട്ടിയാലേ പറ്റുള്ളൂ. അത് ലൂക്കാസ് സുവിശേഷത്തിലേക്ക് വരാം. സ്വന്തം പറഞ്ഞ ഹല്ലേലൂയ, എല്ലാവരും ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശു ആരാധന. 11-ാം അധ്യായത്തിന്റെ 20-21 ഈ ദുഷ്ടാരൂപം വിട്ടുപോകാത്തതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. വിട്ടുപോകുന്നതിന്റെ കാരണം വിട്ടുപോകാത്തതിന്റെ രണ്ടും പറയും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ലുക്ക ഈ 11-20-21. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരി പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞു. അടുത്ത വായിച്ച്, ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ വസ്തുക്കൾ സുരക്ഷിതമാണ്. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിത. അടുത്ത വായിച്ച്, എന്നാൽ കൂടുതൽ ശക്തനായൊരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവനെ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപകരിക്കും. കൊള്ള മുതൽ അതെന്താണ്? ഈ ദുഷ്ടാരൂപിയെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപ ബഹിഷ്കരിക്കാൻ കൂടുതൽ കൃപ വേണം, കൂടുതൽ ശക്തി വേണം, അവരെക്കാൾ ശക്തി വേണം. കുറച്ച് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നൊരു മന്ത്രവാദിയെ കൊണ്ട് ഒരുത്തിന് എൻ്റെ അടുത്ത് കൊണ്ടു. മന്ത്രവാദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. കൊണ്ടുപോകുന്നൊരു കത്തോലിക്കനെ എടുക്കണം. അച്ഛ, ഈ മന്ത്രവാദിക്ക് ഒത്തിരി പ്രശ്നം, അച്ഛൻ പ്രാർത്ഥിക്കണം. അവനതല്ലാതെ വേറൊന്നും ഉണ്ടാകുകയില്ല. ഈ മന്ത്രവാദത്തിന് പോകുന്നവനും അവനൊരു പ്രശ്നക്കാരൻ. അപ്പൊ ഞാൻ കണ്ടപാട് വെച്ചു, നീ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു? എന്റെ ചോദ്യം, ഹൗ ഡു യു നോ ഓൾ ദീസ് തിങ്സ്? എനിക്ക് മനസ്സിലായി ഇവൻ അവിടുത്തെ പറ്റുപടിക്കാരനാണ്. പോക്കുവരാൻ ഹല്ലേലൂയ. നിർത്തണം. ആദ്യം ഇവനെ വ്യക്തിക്കുന്നത്. മന്ത്രവാദി പിന്നെയും നല്ലവനാണ്. പ്രാർത്ഥിക്കാനെങ്കിലും വന്നിട്ടുണ്ട്. ഇവൻ ഇത്ര നാളും പോയിക്കൊണ്ട് അവന്റെ അടുത്താണ്. തന്റെ കടത്തോട് ഹല്ലേലൂയ. ഈ പുള്ളിയുടെ ദേഹം കുഷ്ഠം പോലത്തെ ഒരു രോഗം. ഈ പൈശാചികത്തെ ആശ്രയിക്കുന്നവർക്കല്ല കുറച്ച് കഴിയുമ്പോൾ രോഗങ്ങൾ തുടങ്ങും, ഓരോ പ്രശ്നങ്ങൾ തുടങ്ങും, കുടുംബത്തിലെല്ലാം പ്രശ്നം തുടങ്ങും. അറിയല ഇന്നെല്ലാം. അച്ഛൻ ഇത് ആരുടെ പിശാചിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിൽ കൃപ കൂടണം. നമ്മളിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും നമുക്ക് ആരും പറഞ്ഞു അത് കൃപ ഇത് കൃപ എന്ന് പറഞ്ഞാൽ പഴയക്കാര്യം. സ്വന്തം പരിശുദ്ധാത്മാവ്, അത് സ്വന്തം ആത്മാവിനെ മാത്രം വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയെ. അല്പം നല്ലത് ഈശോയെ ഒന്നുകൂടി വിളിച്ച്. ഈ മന്ത്രവാദി വന്നു. ഈ മനുഷ്യൻ തലയിലോട്ട് ഒരു കുരിശ് വരയ്ക്കുകയും എടുത്തടിച്ചു കൊണ്ടാണ് നിലത്ത് കൊണ്ട് പട്ടയ്ക്കേ ഉള്ളു. ഞാനൊക്കെ തടിച്ചു. പ്രശ്നമാണ് വലിയ കുടുംബ വിശ്വാസം. ഇവന് നല്ല ദർശനക്കാരനാണ്. ഭാവി ഭൂതമെല്ലാം പറയും. അങ്ങനെയാണ് ഇവൻ തീർന്നത്. പ്രസവം ക്രിസ്ത്യാനി തീർന്നത്. പ്രസവം ഭാവി ഭൂതമെല്ലാം അതിനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. കഴിച്ച സാധനം കൊടുക്കും, അത് കൊടുക്കും, ഈ അത് കൊടുക്കും. ഇതുപോലുള്ള ഒരുപാട് കലാപരിപാടികളുണ്ട്. വചനം മാത്രം കാണില്ല. വചനം വചനം വെച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രശ്നമുണ്ടാവും. പൈശാചികത്തെ ബഹിഷ്കരിച്ചു ബന്ധനം അടിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ദൈവവചനമാണ്. ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞൊഴുകണം. യോഹന്നാൻ 7:37-38 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് വചനം ഭക്ഷിക്കുന്നതാണ്. ഇതിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അത് വചനം ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ വചനം ഒഴുകുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതായത് വെളിപാട് പുസ്തകത്തിന്റെ
1-ാം അധ്യായത്തിൽ വചനം ഇരുതല വാളാണത്. നമ്മുടെ വായിലൂടെ വചനം, ദൈവവചനം വന്നാൽ മതി, വിശ്വാസത്തിന് നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല. 2 Korinത്യർ ഹല്ലേലൂയ. വെളിപാട് 1:16 അവന്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ. അതാണ് വചനം. ഒഴുകണത്. എനിക്കൊരു നിയമമുണ്ട്, വചനമല്ല, കർത്താവിന്റെ വചനമല്ലാതെ വേറൊന്നും പ്രസംഗിക്കാൻ കർത്താവ് എന്നെ അനുവദിക്കത്തില്ല. ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, പൈശാചിത്യത്തെ വിട്ടു രോഗങ്ങൾ. കർത്താവിന്റെ വചനം, ജീവന്റെ വചനം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഒറ്റവിളി ഹല്ലേലൂയ. ബന്ധനമൊത്ത ഹല്ലേലൂയ. വിശ്വ ആരാധന, വിശ്വ ആരാധന. ഹല്ലേലൂയ. കണക്കിരുന്നുണ്ട് വലിയൊരു നടക്കമുണ്ട്, വലിയ ഒരുപാട് അത്ഭുതങ്ങൾ. ഒരു അത്ഭുതം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ പറയാൻ ഈശ്വരൻ അനുവദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സർവ്വ ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ അടുത്തൊരു അപ്പൻ തൻ്റെ മകളുമായിട്ട് നിർത്തി. ഈ കൊച്ചിൻ്റെ ഒരു കണ്ണിൻ്റെ പ്രത്യേക രോഗം വന്ന് കണ്ണ് കേടായി കംപ്ലീറ്റ് ഡിക്കേ ചെയ്തിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി, ഒരു രക്ഷയില്ല. അത് കണ്ണ് പുറത്തേക്ക് ചാടിയിട്ട് ഇത്രയും ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഹാങ് ചെയ്ത് കിടക്കുക. മറ്റേ കണ്ണിനെയും ബാധിച്ചു. അപ്പോഴാണ് പേരൻസ്, അപ്പോൾ ആരോട് ഇവർ പറഞ്ഞു, നിങ്ങളുകൊണ്ട് അച്ഛൻ്റെ അടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഈ പേരൻസ്, അപ്പനും ഈ കൊച്ചും കൂടെ 16 വയസ്സ് പ്രായം കാണും, അറൌണ്ട് 16 years old. ദെൻ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, അപ്പം എൻ്റെ അടുത്ത് വന്ന് അപ്പനും കരഞ്ഞോണ്ട് ഇപ്പം കൊച്ചിനെ കൊണ്ട് എൻ്റെ മുറി കയറി വന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നേരെയില്ലാത്ത ഞാൻ പലപ്പോഴും ഇങ്ങനെ ബഹളം, ആളുകൾ ഒരുപാട് തിരക്ക് കൂടുതല. കാരണം കുറച്ച് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് വരും. എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പം അച്ഛനും കൊച്ചിനെ കൊഞ്ചിങ്ങനെ കരയുന്നുണ്ട്, അപ്പനും കരയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഈ അടുത്ത് കണ്ടിട്ട് ഇവിടെ ഒരു ടവലുണ്ട്, ഒരു കർച്ചിപ്പ് കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ കർച്ചിപ്പ് ഒന്ന് മാറ്റാം. അതിന് മാറ്റിയപ്പോഴാണ് ഈ ഭീകരമായ അവസ്ഥ ഞാൻ കാണുന്നത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല മുഴുത്ത വെളുത്തൊരു ബോള് പോലെ നല്ല മുഴുത്ത സംഭവം ശരിക്കും ഹാങ് ചെയ്ത് കിടക്കുക. ഉടനെ ഞാനിങ്ങനെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ചു, യേശുനാമത്തിൽ പെട്ടെന്ന് വിട്ടേക്കാൻ പറ്റും. ഞാൻ യേശുനാമത്തിൽ പറ്റിക്കും, യേശുവിൻ്റെ നാമത്തിൽ എന്ന് വെച്ചാൽ ഹോളി വാട്ടർ എടുത്തിട്ട് ഞാനിങ്ങനെ തളിച്ചു. ഞാൻ മൊത്തം തളിച്ചു. അടുത്ത നിമിഷത്തിൽ പ്രിയപ്പെട്ടവർ, എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നെങ്കിലാണ് ഈ തുണിക്കിടക്കൻ്റെ കണ്ണ് തന്നെ പുറകോട്ട് കയറിയിട്ട് അകത്തോട്ട് റീപാക്ക് ചെയ്തത്. ഇത് കൊച്ചു കണ്ണെങ്കിൽ 2 ദിവസം അടച്ചിന് തുറന്നപ്പോൾ കുറേ വെള്ളമെല്ലാം അവിടെ കണ്ണ് കണ്ണ് കംപ്ലീറ്റ് കാഴ്ച തിരിച്ചു. എല്ലാവരും കൂട്ടക്കാണിച്ച് വചനമാണ്. അതുകൊണ്ട് എനിക്ക് പല ശുശ്രൂഷകളെയും പല കേന്ദ്രങ്ങളെയും അവിടെ എനിക്ക് പേടിയാണ്. കാരണം ദൈവവചനത്തെ മാറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ അടയാളങ്ങളും അത് പൈശാചികമായ അടയാളം തന്നെയായിരിക്കും. കാലം തെളിയിക്കും. ഒരുപാട് ദൈവവചനം കൊടുക്കുന്ന മക്കളൊക്കെ ഉണ്ട്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 2 Korinത്യർ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഉച്ചത്തിന് പോരാ, ഉച്ചത്തിന് കൈയടിച്ചേ പോരാ, ഒറ്റ ഹല്ലേലൂയ. നമ്മൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, സങ്കടം തോന്നും. യൂറോപ്പിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു വെച്ചാൽ ആളുകൾ പോകുന്നത് കൂടുതലും ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ലൂട്ട്, ഫാക്ടറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ബാക്കിയുള്ള പള്ളികളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുക. മിക്കവാറും ഞാൻ പോകാത്ത സ്റ്റേറ്റുകളൊന്നുമില്ല, രാജ്യങ്ങളൊന്നുമില്ല അവിടെ. എല്ലായിടത്തും ഒരുപാട് ധ്യാനം. 14 വർഷമായിട്ട് യൂറോപ്പിൽ. ഞാൻ അവിടുത്തെ റെസിഡന്റും കൂടെ ഉണ്ടോ, ഒറിജിനൽ ഗസറ്ററോ അല്ല, വർക്ക് പെർമിറ്റ് ഉണ്ട്. എനിക്ക് സഭ എനിക്ക് എടുത്ത് തന്നിരിക്കുന്നു. വിശേഷകരയാണ്. Hallelujah, hallelujah. I am a member of the Diocese of Stockholm. എനിക്ക് ഫ്രീ എല്ലാം തന്നിരുന്നു. ഫുൾ സജ്ജീകരണം. എനിക്കൊരു വലിയൊരു ഫ്ലാറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. കത്തീഡ്രൽ തന്നെ, കത്തീഡ്രൽ പള്ളി തന്നെ.
എല്ലാം എനിക്കൊരു സെപ്പറേറ്റർ എല്ലാം തന്നു. ഒഫീഷ്യലി അവിടുത്തെ ഡയസിസിന്റെ ഞാൻ എക്സോസിസ്റ്റാണ് യൂറോപ്പിന്റെ പ്രസിഡന്റ്. ടൈറ്റിൽ അതിട്ടുണ്ട്, അവിടെ വെച്ചിരിക്കുന്നു. കാടലിലാണ് അവിടെ, ഞങ്ങളുടെ കാടലിൻ്റെ വീടാണ്. കാടൽ അന്തേഴ്സ് കാഞ്ഞിരപ്പള്ളിക്കാരനാണ് കേട്ടോ. ഞാൻ പ്രസംഗം കാഞ്ഞിരപ്പള്ളി ഡയസിസുകാരനാണ്. അതിൻ്റെ മാറ്റമൊന്നും കേട്ടോ. അന്ന് തന്നെ പ്രസംഗം. പക്ഷേ സഭ എനിക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തു. വലിയ കൃപയാണ്. ഒത്തിരി ഒരു സീരിയസ്ലി എക്സോസിസ്റ്റുകളുടെ കേസുകളാണ് എനിക്ക്. എക്സോസിസ്റ്റുകളിൽ നമ്മുടെ അവരുടെ കേസ് എനിക്ക് കിട്ടും. അവിടെ ഒത്തിരി പേരുണ്ട് ശുശ്രൂഷ കിട്ടും. ഇങ്ങനൊരു മേഖല തന്നെ കർത്താവ്. അപ്പോൾ ഞാൻ പറയാം, എന്നോട് ഞാൻ പറയാം അച്ഛൻ എവിടുന്ന പഠിച്ചത്? ഞാൻ പറയാം എവിടുന്ന് പഠിച്ചു? വചനം വായിച്ചു പഠിച്ചു. ഇത് പഠിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ പഠിക്കാൻ പറ്റും. പിശാസിന് പഠിക്കാൻ എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്? പിശാസിനെ പഠിച്ചു എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. സൈക്കോളജി വേറെ, ഇമോഷൻ വേറെ, ഹോളി സ്പിരിറ്റ് വേറെ, ഡിമോണിക് സ്പിരിറ്റ്. ഡീമണ്ണുകൊണ്ടിരുന്ന ഒന്നാന്തര സാധനമാണ്. അത് കയറിക്കഴിഞ്ഞാൽ ആരും അറിയാം, തീർത്തിട്ടാൻ പോകും, ഫിനിഷ് ചെയ്തു. രണ്ട് കാര്യത്തോടെ ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ അവിടെ യൂറോപ്പിലെല്ലാം തീർന്നു. കാരണം വെച്ചാല് ദൈവവചന പ്രഘോഷണം നിർത്തിയിരുന്നു. They don't like to hear the word of God. They are not open to the word of God. So they closed doors of word of God. നീ കേരളത്തിന്റെ പേടിയാവുന്നു. ധ്യാനകേന്ദ്രം ഒരുപാട് വിഷമിപ്പിക്കുന്നു. അത് സത്താന്റെ കളിയാണ്. വീണ്ടും പഴയ പോലെ തുറക്കപ്പെട്ടാൽ മാത്രമേ വീണ്ടും കൃപയിലേക്ക് ദൈവജനത്തിന് കയറി വരാനായിട്ട് പറ്റുള്ളൂ. ആ കാട്ടഞ്ഞൊക്കെ തുറക്കപ്പെടാൻ സ്തുതിക്കുന്നു. അല്ലെ വീണ്ടും വലിയ ബന്ധനത്തിൽ പെട്ടെന്ന് പ്രശ്നം തീർക്കാൻ പോയി പെട്ടെന്ന് കുഴി വീഴും. പ്രസവമാണ്. കൈയടിച്ച് കെട്ടുന്നത് ഹല്ലേലൂയ. ഒറ്റവിളി ഹല്ലേലൂയ. പൗലോസിനോട് ഏറ്റവും വലിയ കൃപ അത് വെളിപാടാണ്, രഹസ്യങ്ങൾ അറിയാനുള്ള കൃപ. ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്, ഗിഫ്റ്റ് ഓഫ് ശരിയും തെറ്റ്, അരൂപികളെ തിരിച്ചറിയാൻ പറ്റുന്നു. Let's go back to the word of God. Acts of the Apostles chapter 16 verses from 16 onwards. ഒന്നുകൂടെ വായിക്കണം കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാന്മാർക്ക് വലിയ ആദായം ഉണ്ടാക്കിയിരുന്നു. പല ദിവസങ്ങൾ അവൾ പ്രകാരം 18 വയസ്സായി പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവെന്ന് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കും. തൽക്ഷണം അത് അടുത്ത വയസ്സ് അവൾ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സിലാസിനെയും പിടികൂടി വലിച്ചെഴിച്ച പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ അവനെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് വിധിക്ക് പെട്ടെന്ന് അവനെ പിടിച്ച് പൂട്ടി പൗലോസിനെ ബന്ധിച്ച് ജയിലിലുണ്ട്. പക്ഷെ തൊടാൻ പറ്റത്തില്ല. കാരണം ഇവരിലെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധമുള്ളവരെ പൂട്ടാൻ പറ്റത്തില്ല. ബാക്കി ആരെ പൂട്ടാം, പക്ഷെ ഇവരെ പൂട്ടാൻ പറ്റില്ല. ഇവർ വചനമുണ്ട്, ദൈവവചനമുണ്ട്. ദൈവവചനം ഉണ്ടെങ്കിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. ജീസസ് ക്രൈസ്റ്റ്. അത് ഹൃദയത്തിൽ ബുദ്ധിയിൽ ഒരുപാട് പേര് തലയിൽ കെട്ടി വെച്ചു. ഒരുപാട് കാണാപ്പാടം ബൈബിളോട് കേൾക്കുമ്പോഴേ ഓടി മാറുന്നു. ഹൃദയത്തിൽ വെച്ച് വചന ഹൃദയത്തിൽ വന്നാൽ നമ്മൾ ആരെ പോലാവുന്നറിയോ? പരിശുദ്ധ ദൈവമാതാവിനെ പോലെ വിശുദ്ധീകരിക്കപ്പെടുന്നു കാണാൻ പറ്റും. കൃപയിലേക്ക് ഉയർന്നു വരും. അപ്പസ്തലന്മാർക്ക് വചനം വരുമ്പോൾ അവർ ഉയർന്നു വരുന്നു. വേറെ സംഭവമാണ്. വചനം ഹൃദയത്തിൽ വന്നാൽ പിന്നെ കണ്ടിട്ട് ചില ആളുകൾ രോഗസ്ഥ ആ തലയിലിട്ട് പരിശുദ്ധമാവും ഒറിജിനൽ അരുവിയാണെന്നുണ്ടല്ലോ. ആ അഭിഷേകം ഒഴുകുന്ന സമയത്ത് ഒരു സംഭവം നടക്കും. സംഭവം നടക്കും. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ പേടിയാണ് നമുക്ക്. കരയാൻ തോന്നും. അതിന്നും ഉണ്ട് മക്കളെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞു ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ.